ഹായ് സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്ക് കണ്ടീഷൻ ഫോർ മിനിമം കംപ്രസർ വർക്കാണ്. അതായത് അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഒപ്റ്റിമം കൂളിംഗ് പ്രഷർ ഫോർ മിനിമം കംപ്രസർ വർക്ക് ഫോർ എ 2-stage കംപ്രഷൻ വിത്ത് പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗുള്ള ഒരു ഗ്യാസ് ടർബൈനാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒപ്റ്റിമം കൂളിംഗ് പ്രഷർ അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ദാറ്റ് ഈസ് ഫോർ മിനിമം കംപ്രസർ വർക്ക്. അപ്പോൾ ഏറ്റവും മിനിമം നമ്മൾ കംപ്രസർ വർക്ക് നമ്മൾ ഷുഡ് ബി ഡൺ ഓൺ ദ സിസ്റ്റം അല്ലേ, നമ്മൾ കൊടുക്കുന്ന വർക്കാണ് കംപ്രസർ വർക്ക്. അപ്പോൾ അത് ഏറ്റവും മിനിമം ആവാൻ വേണ്ട കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. എത്രയാണ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ എത്രയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ ടി എസ് ഡയഗ്രം നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. 1 to 2, 2 to 3, 3 to 4, 4 to 5 and 5 to 6 അല്ലേ. അപ്പോൾ 2 to 3 ആണ് ഇൻ്റർ കൂളിംഗ് പ്രോസസ്സ് നമുക്കറിയാം. 1 to 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ലോ പ്രഷർ കംപ്രസറിലെ വർക്ക് ഡൺ ആണ് കാണിക്കുന്നത്. 3 to 4 കാണിക്കുന്നത് ഹൈ പ്രഷർ കംപ്രസറിലെ വർക്ക് ഡണ്ണും അല്ലേ. അപ്പോൾ ഓക്കെ, കൺസിഡർ എ ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർ കൂളിംഗ് ആൻഡ് 2-stage കംപ്രഷൻ ആൻഡ് ഓൾസോ വിത്ത് പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ്. ദാറ്റ് മീൻസ് T1 ഈക്വൽ ടു T3. ഓക്കെ, സോ കംപ്രസർ വർക്ക് നമുക്കറിയാം WC ഈക്വൽ ടു WC1 പ്ലസ് WC2. അതായത് രണ്ട് കംപ്രസറിന് വർക്ക് ആഡ് ചെയ്തു. എത്രയാണ്? CP ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് CP ഇൻറ്റു T4 മൈനസ് T3. അതിന് നമ്മളത് ചെറുതായിട്ടൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. എന്താ ചെയ്തത്? CP ഇൻറ്റു T1 ബ്രാക്കറ്റിന് പുറത്ത് കൊണ്ടുവന്നു. T1 ഇൻറ്റു T2 ബൈ T1 മൈനസ് 1 പ്ലസ് CP ഇൻറ്റു T3 പുറത്ത് കൊണ്ടുവന്നു. T3 ഇൻറ്റു T4 ബൈ T3 മൈനസ് 1. സോ നമുക്കറിയാം ഇവിടെ പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് ആയതുകൊണ്ട് തന്നെ T1 ഈക്വൽ ടു T3 ആണ്. സോ T1 T3 നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ അതിനെ ഈക്വൽ ടു ഒരു വാല്യൂ നമ്മൾ T1 എന്ന് തൽക്കാലം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അല്ല, CP ഇൻറ്റു T1 ഇൻറ്റു T2 ബൈ T1 മൈനസ് 1 പ്ലസ് T4 ബൈ T3 മൈനസ് 1. അതിന് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. പക്ഷേ നമുക്കറിയാം 1 to 2 എന്നുള്ള പ്രോസസ്സും 3 to 4 എന്നുള്ള പ്രോസസ്സ് എന്താണ്? അഡാബാറ്റിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെയുള്ള അഡാബാറ്റിക് പ്രോസസ്സിൻ്റെ കണ്ടീഷൻസ് നമുക്കറിയാം, PVT റിലേഷൻ നമുക്കറിയാം അവിടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? T2 ബൈ T1 ഈക്വൽ ടു P2 ബൈ P1 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് കിട്ടും. ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. സിമിലർലി T4 ബൈ T3 ഈക്വൽ ടു P4 ബൈ P3 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ടി എസ് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും P3 ഈക്വൽ ടു P2 ആണ് അല്ലേ. സോ അത് നമുക്ക് എങ്ങനെ ചെയ്താൽ? P4 ബൈ P2 ദ ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇത് ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. നമ്മളൊന്നും കൂടി ടി എസ് ഡയഗ്രാം നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിൽ 3 പ്രഷർ ലൈൻസാണ് നമുക്ക് കാണിക്കുന്നില്ല അല്ലേ. ഒന്ന് ആദ്യം പ്രഷർ P ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് 3 ലൈൻ ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ അതിൽ നോക്കിയാൽ ഫസ്റ്റ് ലൈൻ ഏറ്റവും താഴെയില്ല ലോവർ പ്രഷർ ലൈൻ, അതായത് P1 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു P6. ഹയർ പ്രഷർ ലൈൻ ഏതാണ്? P4 വിച്ച് ഈസ് ഈക്വൽ ടു P5. ഇൻ്റർമീഡിയറ്റ് പ്രഷർ ലൈനാണ് P2 വിച്ച് ഈസ് ഈക്വൽ ടു P3. അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P2ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ മിനിമം കംപ്രസർ വർക്ക്. അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എത്രയാണ് മിനിമം കംപ്രസർ വർക്കിന് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 കിട്ടി അല്ലേ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 and 3 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താണ്? CP ഇൻറ്റു T1 ഇൻറ്റു P2 ബൈ P1 ദ ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1 പ്ലസ് P4 ബൈ P2 ദ ഓൾ റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1. ശരിയല്ലേ. T2 ബൈ T1നും T4 ബൈ T3ക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 2ലും 3ലും ഇക്വേഷനിൽ കിട്ടിയ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ അടുത്ത ഈക്വൽ ടു എന്താണ്? -1 ഉള്ളത് -2 ആയിട്ട് എഴുതി അതിൻ്റെ താഴെ ഇക്വേഷനിൽ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ് സെഡ് ഈക്വൽ ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗാമ മൈനസ് 1 ബൈ ഗാമേനെ നമ്മൾ സെഡ് ആയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടും? WC അതായത് കംപ്രസർ വർക്ക് ഈക്വൽ ടു CP ഇൻറ്റു T1 ഇൻറ്റു P2 ബൈ P1 ദ ഓൾ റൈസ് ടു Z പ്ലസ് P4 ബൈ P2 ദ ഓൾ റൈസ് ടു Z മൈനസ് 2. ഓക്കെ, ഫോർ മിനിമം കംപ്രസർ വർക്ക് D ബൈ dP2 ഓഫ് WC ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ കംപ്രസർ വർക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു P2 0ലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് മിനിമം അതിൻ്റെ എത്രയാണ് മിനിമം കംപ്രസർ വർക്കിലെ പ്രഷർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു P2. നമുക്കറിയാം CP ഇൻറ്റു T1 ഇൻറ്റു
ഫസ്റ്റ് ടേം ആയത് P2/P1 ഓൾ റേസ് ടു സെറ്റിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു P2 ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള 1/P1 ദ ഓൾ റേസ് ടു സെറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അതായത് അപ്പോൾ ഇൻറ്റു എന്ത് വന്നു 1/P1 ദ ഓൾ റേസ് ടു സെറ്റ് ഇൻറ്റു പിന്നെയോ P2 റേസ് ടു സെറ്റ് ഉണ്ടല്ലോ മുകളിൽ ബാക്കി, അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു P2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടല് d/dx ഓഫ് h റേസ് ടു n ഫോർമാറ്റാണ്. അത് n ഇൻറ്റു h റേസ് ടു n-1 വരും. അതായത് d/dp2 ഓഫ് P2 റേസ് ടു z എന്ത് വരും z ഇൻറ്റു P2 റേസ് ടു z-1 വരും. ഓക്കെ, പ്ലസ് അടുത്ത ടേം എന്താണ് നമ്മളെ അടുത്ത ടേമാണ് P4/P2 ഓൾ റേസ് ടു z അല്ലേ. അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക് P4 അവിടെ ഒരു കോൺസ്റ്റൻ്റ് P4 റേസ് ടു സെറ്റിനെ നമ്മൾ അതുപോലെ തന്നെ വെച്ചു. അതിനുശേഷം 1/P2 ദ ഹോൾ റേസ് ടു സെറ്റ് ഉണ്ട്. 1/P2 ദ ഹോൾ റേസ് ടു സെറ്റ് എന്താ നമുക്ക് ചെയ്താൽ P2 റേസ് ടു -z ആണ് അല്ലേ. അപ്പോൾ P2 റേസ് ടു -z വിത്ത് റെസ്പെക്ട് ടു P2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും -z ഇൻറ്റു P2 റേസ് ടു -z-1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് CP ഇൻറ്റു T1 എന്തായി 0 ആയിട്ട് പോയി, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം നമുക്ക്. അതെന്താ അപ്പോൾ നമുക്ക് കിട്ടുന്നത് z ഇൻറ്റു 1/P1 ദ ഹോൾ റേസ് ടു സെറ്റ് ഇൻറ്റു P2 റേസ് ടു z-1 മൈനസ് z ഇൻറ്റു P4 റേസ് ടു z ഇൻറ്റു P2 റേസ് ടു -z-1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് z രണ്ട് ക്യാൻസൽ ആക്കി കളയാം. നമുക്ക് കിട്ടും 1/P1 ഹോൾ റേസ് ടു z ഇൻറ്റു P2 റേസ് ടു z-1 ഈക്വൽ ടു P4 റേസ് ടു z ഇൻറ്റു P2 റേസ് ടു -z-1. ഓക്കെ, ഒന്നും കൂടി അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും P2 ടേംസിനെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. കാരണം P2 ആണ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ, അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും P2 റേസ് ടു z-1 ബൈ P2 റേസ് ടു -z-1 ഈക്വൽ ടു P4 റേസ് ടു z ഇൻറ്റു P1 റേസ് ടു z. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്താൽ P1 ഇൻറ്റു P4 ദ ഹോൾ റേസ് ടു z എന്ന് ചെയ്താൽ അല്ലേ. P1 ഇൻറ്റു P4 ദ ഹോൾ റേസ് ടു z. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ P2 റേസ് ടു z-1. ഓക്കെ, ഇനിയോ താഴെയില്ല P2 റേസ് ടു -z-1 നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി P2 റേസ് ടു +z+1 ആയി മാറിയത് അല്ലേ. ഇവിടെ നോക്കിയേ P2 റേസ് ടു +z+1 ആയിട്ട് മാറി. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ എന്തായി അത് P2 റേസ് ടു എന്ത് വരും P2 റേസ് ടു z-1 പ്ലസ് z+1 എന്ന് വരും അല്ലേ. ശരിയല്ലേ. h റേസ് ടു a ഇൻറ്റു h റേസ് ടു b ആണെങ്കിൽ h റേസ് ടു a പ്ലസ് b എന്ന് എഴുതാം. അപ്പോൾ ആ ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിൽ P2 റേസ് ടു 2z എന്ന് വന്നു അല്ലേ. -1+1 അവിടെ ക്യാൻസൽ ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു P1 P4 ഹോൾ റേസ് ടു z എന്ന് കിട്ടി. അപ്പോൾ നോക്കിയാൽ രണ്ടും അതിൻ്റെ എക്സ്പോണൻഷ്യലായി വരുന്ന രണ്ട് z നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ P2 റേസ് ടു 2 ഈക്വൽ ടു P1 P4, അതായത് P2 സ്ക്വയർ ഇസ് ഈക്വൽ ടു P1 P4 അല്ലെങ്കിൽ P2 ഈക്വൽ ടു റൂട്ട് ഓഫ് P1 P4. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രഷർ വാല്യൂ എത്രയാണ് ഈക്വൽ ടു P1 റൂട്ട് ഓഫ് P1 P4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടീഷൻ ഫോർ മിനിമം കംപ്രസർ വർക്ക്. അതായത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ പ്രഷർ അല്ലേ. P1 എന്ന് പറയുന്നത് ഇവിടെ ലോവർ പ്രഷറാണ്, P4 എന്ന് പറയുന്നത് ഇവിടുത്തെ ഹയർ പ്രഷറാണ് അല്ലേ. നമ്മൾ ആദ്യം TS ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് 3 പ്രഷർ ലൈനാണ് കണ്ടത്. അതിൽ P1 ലോവർ പ്രഷറും P4 അപ്പർ പ്രഷറുമാണ്. അപ്പോൾ P2 ഇൻ്റർമീഡിയറ്റ് പ്രഷറാണ്. അപ്പോൾ P2ൻ്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് P1 P4 ഫോർ ഗെറ്റിംഗ് ദ മിനിമം compressor work. Okay, thank you.